സകല മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ ജസ്റ്റിൻ, അതുപോലെ പ്രിയ കസിയ, അവരുടെ ഇരു കുടുംബത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന, വിശേഷിച്ച് ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന, ഞാൻ സഹോദര തുല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ടി.എം. ഫിലിപ്പ് അവറുകൾ, അതുപോലെ തന്നെ എനിക്ക് മുൻപ് അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ദൈവവചനം ശുശ്രൂഷിച്ച ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഡാനിയൽ കൊന്നനിൽക്കുന്നിൽ, അതുപോലെ പാസ്റ്റർ സി എബ്രഹാം, പ്രിയ കർത്തൃദാസനും എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. പെന്തക്കോസ്ത് അസംബ്ലി മസ്കറ്റ് സഭയുടെ ശുശ്രൂഷകനായി ഒരു ഷോർട്ട് പീരീഡ് ശുശ്രൂഷിച്ച കാലഘട്ടത്തിൽ സി എബ്രഹാം പാസ്റ്റർ മകൻ ജിയോ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ആ പ്രിയ കർത്തൃദാസനെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പാസ്റ്റർ മാത്യു ഉമ്മൻ, പാസ്റ്റർ എ വി ജോസ്, പാസ്റ്റർ ടി എ ജോസഫ്, പാസ്റ്റർ വി ജി തോമസ് കുട്ടി, പാസ്റ്റർ കെ ഡാനിയൽ, പാസ്റ്റർ മനു കുര്യൻ, വേദിയിൽ ഇരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ജോർജ് മുണ്ടയ്ക്കൽ, സദസ്സിലായിരിക്കുന്ന പാസ്റ്റർ എം ജെ ശംഭുവേൽ, അതുപോലെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന കർത്തൃദാസന്മാർ, സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, മനോഹരമായിട്ടുള്ള സ്തുതിമധുരമായിട്ടുള്ള ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഷാരോൺ ആൻഡ് ടീം, എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടുകൂടെയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങൾ പഴമ്പള്ളി സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം അവസരങ്ങൾ നൽകി. അവിടെയുള്ള യൗവനക്കാരെല്ലാം വളരെ ഭക്തരാണ്, ആത്മീയരാണ്, സൽസ്വഭാവികളാണ്. അതിലേറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ഒരു മകനാണ് ജസ്റ്റിൻ എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട്. വളരെ ശാന്തനായ, സൗമ്യനായ, ദൈവാശ്രയമുള്ള, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിതം നയിച്ച് വളരെ ക്വയറ്റായിട്ടുള്ള ഒരു ദൈവപൈതലാണ് ജസ്റ്റിൻ എന്നുള്ള കാര്യം പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. പ്രിയ സണ്ണിച്ചായൻ, പ്രിയ കുഞ്ഞോൾ മാമ ഞങ്ങളുടെ സഭയുടെ എല്ലാ മീറ്റിങ്ങിനും കടന്നു വരികയും, അതുപോലെ തന്നെ പ്രിയ സണ്ണിച്ചായൻ പെന്തക്കോസ്ത് അസംബ്ലി മസ്കറ്റ് സഭയുടെ അംഗമായിരുന്നു. ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് അദ്ദേഹം എല്ലാ മീറ്റിങ്ങിനും അവിടെയും കടന്നു വരുമായിരുന്നു. നാട്ടിൽ വന്ന അനന്തരം ഇപ്പോൾ സഭയുടെ ട്രഷററായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. അമ്മാമ്മ സഹോദരി സമാജത്തിൻ്റെ ട്രഷററായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വളരെ കൈത്താങ്ങൽ നൽകുന്നതായ കുടുംബം. ജസ്റ്റിൻ്റെ ഏക സഹോദരിയാണ് ജെഫി. തൻ്റെ പഠനാനന്തരം ഇപ്പോൾ ദുബൈയിൽ ആയിരിക്കുന്നു. വളരെ പക്വതയുള്ള, മാതൃകയുള്ള ഈ കുഞ്ഞുങ്ങളെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യും. അതുപോലെ സണ്ണിച്ചാൻ്റെ സഹോദരനാണ് പാസ്റ്റർ കെ ഡാനിയൽ. അതുപോലെ സണ്ണിച്ചാൻ്റെ സഹോദരിമാരിവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ TP ജോർജ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. കെസിയായി എനിക്ക് വളരെ പ്രിയപ്പെട്ടവളാണ്. കെസിയയുടെ പിതാവും ഞാനും ഒരുമിച്ച് ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. മാത്രമല്ല പ്രിയ ലിലിക്കുട്ടി സിസ്റ്റർ പുടിയാടി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ അംഗമാണ്. വർഷങ്ങളായിട്ട് ആ പ്രിയ സിസ്റ്റർ എനിക്ക് നല്ല അടുത്ത് പരിചയമുണ്ട്. ഈ പ്രിയ ലിലിക്കുട്ടി സിസ്റ്ററെ മാതാവ് ഇവിടെ പ്രിയ ലീലാമാമ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ സഹോദരൻ മോനി ബ്രദറുണ്ട്. എല്ലാവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കും. ഇവരുടെയൊക്കെ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ദൈവം കൃപ നൽകിയിട്ടുണ്ട്. ഒരു വസ്തിയെ മാറ്റി എസ്തേറിനെ തിരഞ്ഞെടുത്തതുപോലെ ഇന്ന് ജസ്റ്റിൻ്റെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ മകളെ ദൈവം ജസ്റ്റിന് വേണ്ടി മുന്നമേ ഒരുക്കിയതിനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരണം ഞാൻ പൊടിയാടിയിലായിരിക്കുമ്പോൾ കെസിയ ട്രിവാൻഡ്രത്ത് പഠിക്കുകയാണ്. ആ സമയത്തൊക്കെ ഓരോ കുഞ്ഞുങ്ങളുടെ ഇടപെടലുകൾ കാണുമ്പോഴറിയാം അവരുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ. ഓരോ സമയത്ത് കടന്നു വരുമ്പോൾ പേഴ്സണലായിട്ട് പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ പേഴ്സണലായിട്ട് കടന്നു വന്ന അങ്കിളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി പോവുകയാണെന്ന് പറയുന്ന ആ ഒരു പ്രത്യേക മനോഭാവം, താഴ്മ, വിനയം, അതൊക്കെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൂർവ്വപിതാവായ
യോസഫിൻ്റെ മക്കളെ കണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇവർ ആരാണ്? യോസഫ് പറയുന്നൊരു മറുപടി, യഹോവ എനിക്ക് തന്ന മക്കളാണ്. അപ്പൻ പറയുന്നൊരു മറുപടിയുണ്ട്, നിന്നെ കാണാമെന്ന് ഞാൻ വിചാരിച്ചതല്ല, നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തി. ഇവിടെ ഇരിക്കുന്ന ഈ പ്രിയ മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർ പറയും, ജീവിതത്തിൻ്റെ തിക്തമായ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അനർത്ഥങ്ങൾ പതിയിരുന്ന പല സമയങ്ങളുണ്ട്. ഇതൊക്കെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാണിക്കില്ല എന്ന് പിശാച് വെല്ലുവിളിച്ച അനവധി ഘട്ടങ്ങൾ. എന്നാൽ ഇന്ന് നന്ദിയോടുകൂടെ പറയുവാൻ കഴിയും, നിന്നെ കാണുവാൻ, നിന്റെ തലമുറയെ കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തി. പ്രിയപ്പെട്ടവരെ, ദൈവം ഇടയില്ലാത്തടത്ത് ഇട വരുത്തുന്നവനാണ്. അവനോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. വചനം പറയുന്നു, എൻ്റെ രക്ഷയെ അവന് ഞാൻ കാണിച്ചു കൊടുക്കുവാനിടയാകും. പ്രിയ ചാക്കോ പാസ്റ്റർക്കും സണ്ണിച്ചാനും ഒക്കെ പറയുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരുടെ കഴിവോ പ്രാപ്തിയല്ല, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തെ മുറുകെ പിടിച്ചു. അതിൻ്റെ ഫലമാണ് ഈ കുഞ്ഞുങ്ങളെ ഈ വേദിയിലേക്ക് സർവശക്തനായ ദൈവം കൊണ്ടുവന്നത്. അതോർത്ത സന്തോഷമുള്ള എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന് മഹത്വമെടുക്കുകയും ചെയ്താട്ടെ. പിതാവായ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഉപദേശം കൊണ്ട് ഉറപ്പിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവ് ലേഖനത്തിലൂടെ വിശദീകരിച്ചിട്ടുള്ള മഹനീയമായ ശുശ്രൂഷയാണ് വിവാഹം. യേശു കർത്താവ് ഈ ലോകത്തായിരുന്നതായ സമയത്ത് പരീശന്മാർ യേശുവിൻ്റെ അരികിൽ കടന്നു വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ? കർത്താവ് കൊടുത്ത മറുപടി, ആ കാലഘട്ടത്തിൽ രണ്ട് ചിന്താഗതികൾ ഉണ്ടായിരുന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കാം, ഭാര്യയെ ഉപേക്ഷിക്കരുത്. ഷിമ്മായി എന്നും ഹില്ലേൽ എന്നും പറയുന്ന രണ്ട് ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ കർത്താവ് ഏത് വിഭാഗത്തിലാണെന്ന് അറിയുന്നതിന് വേണ്ടി, കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചോദ്യമാണ് അവർ ചോദിച്ചത്. കർത്താവ് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ ഓർമ്മിരിക്കരുത്. ഉടനെ അവരുടെ അടുത്ത ചോദ്യം ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് ഭാര്യയെ ഉപേക്ഷിക്കുവാൻ മോശെ അനുവദിച്ചത് എന്താണ്? കർത്താവ് കൊടുത്ത മറുപടി, പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഉപേക്ഷണപത്രം കൊടുക്കുവാൻ ദൈവം അനുവദിക്കാൻ കാരണം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം നിമിത്തമാണ്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ബൈബിളിലെ അവസാന പുസ്തകമാണ് മലാക്കിയുടെ പ്രവചന ഗ്രന്ഥം. ആ പുസ്തകത്തിലെ യഹോവയായ ദൈവം വിലപിക്കുന്ന വിലാപമുണ്ട്. ഒരു വിശുദ്ധ സന്തതിയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി കുടുംബം ദൈവം സ്ഥാപിച്ചു. യഹോവയായ ദൈവം പറയുന്നു, നിങ്ങളുടെ യാഗപീഠത്തിൽ കണ്ണുനീരാണ്. ദൈവത്തോട് അവർ ചോദിക്കുക, എന്തിൻ്റെ കണ്ണുനീരാണ്? നീ നിന്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു. കർത്താവ് അവിടെ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? അവൾ നിന്റെ ധർമ്മഭക്തിയും കൂട്ടാളിയുമല്ലോ. ഉഭയസമ്മതത്തിൻ്റെ ഭാര്യ എന്നാണ് അവിടെ പറയുന്നത്. ഭാര്യയെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ്, ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അതിക്രമം ചെയ്യുകയാണ്, തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് എന്ത് ചെയ്യുക, മൂടുകയാണ്. പ്രിയ ജസ്റ്റിൻ, പ്രിയ കസിയ, ഇന്ന് നിങ്ങൾ അല്പസമയം കഴിയുമ്പോൾ പരസ്പരം ഉഭയസമ്മതം ചെയ്ത് ഒന്നായി തീരുമ്പോൾ പറയുന്നൊരു പദമുണ്ട്, ഇന്നു മുതൽ മരണം വരെ. മരണത്താലല്ലാതെ ഒരു വേർപാട് ഉണ്ടാകാൻ പാടില്ല. ഒരു കർത്തൃദാസൻ അതിന് കൊടുത്തിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒറ്റ വാതിലേ ഉള്ളൂ, തിരിച്ചിറങ്ങാൻ ഒരു വാതിലില്ല. തിരിച്ചിറങ്ങാനുള്ള വാതിലെന്ന് പറയുന്നത് 4 പേര് കൂടി പെട്ടിക്കകത്ത് വെച്ച് എടുത്തിറക്കുന്ന ആ പോക്കല്ലാതെ സ്വയം ഇതിനകത്ത് നിന്ന് ഇറങ്ങാൻ ദൈവവചനം നമുക്ക് അനുവാദം തന്നിട്ടില്ല. പ്രിയമകൾ ജസ്റ്റിൻ നല്ല സുന്ദരനാണ്. ഒരു പക്ഷെങ്കിൽ ഈ സൗന്ദര്യം എത്ര നാൾ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രിയ ജസ്റ്റിൻ, ഈ മകൾ വളരെ സൗന്ദര്യമുള്ളവളാണ്. സൗന്ദര്യം പോകുന്നത് വരെ എന്നല്ല, ജോലി നിലനിൽക്കുന്നത് വരെ എന്നല്ല, ഇതെല്ലാം നഷ്ടപ്പെട്ടാലും ഇന്നു മുതൽ മരണം മരണത്താലല്ലാതെ നാം തമ്മിൽ വേർപിരിയുകയില്ല എന്നാണ്
നിങ്ങൾ ഉടമ്പടി ചെയ്യുവാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ഓർക്കേണ്ട കാര്യമാണ്. ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഭാര്യയ്ക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്, ഭർത്താവിന് ലഭിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അക്കമിട്ട് ചില കാര്യങ്ങൾ കമ്പിവാചകം പോലെ ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഭാര്യയ്ക്ക് ലഭിക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കെയറിംഗ് ആണ്. പിൻബലവും പിൻതണലുമേകാൻ ഭർത്താവിന് കഴിയണം. വാക്കുകൊണ്ടും സ്നേഹനിർഭരമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടും ഭാര്യയെ കെയർ ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് ഭാര്യയ്ക്ക് വേണ്ടത്. അതാണ് എല്ലാ ഭാര്യമാരും എല്ലാ ഭർത്താക്കന്മാരിൽ നിന്നും ഒന്നാമത് പ്രതീക്ഷിക്കുന്നത്. ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വന്നു, ടി വി കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുന്നതായ വേളയിൽ ഭാര്യ പുറത്ത് മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് ടി വിയിലെ വാർത്തകളിൽ ലയിച്ചിരിക്കുന്നു. ഈ ഭാര്യ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് വന്ന് പറയുകയാണ്, മീൻ വെട്ടിയപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞു. ഈ ഭർത്താവ് ഒന്നും നോക്കുപോലും ചെയ്യാതെ ടി വിയിലേക്ക് മാത്രം നോക്കിയിട്ട് കൊടുത്ത മറുപടി, മുറിക്കകത്ത് മുഴുവൻ നിൻ്റെ രക്തം വീണ് അഴുക്കാകാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ആ നിമിഷം മുതൽ ആ ഭാര്യയുടെ ഭർത്താവിനോടുള്ള താല്പര്യം കുറയുകയാണ്, മാനസികമായി അകലുകയാണ്. നേരെ മറിച്ച് ഭാര്യയുടെ കൈ മുറിഞ്ഞു എന്ന് കേൾക്കുന്ന മാത്രയിൽ, അയ്യോ കൈ മുറിഞ്ഞോ, ഞാൻ തുണിയെടുത്തുകൊണ്ട് വരാം, വലിയ മുറിവാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, കഷ്ടമായി പോയല്ലോ എന്ന് പറയുന്ന ആ ഭർത്താവിൻ്റെ വാക്കുകൾ കേൾക്കാനാണ് ഭാര്യ ഏറ്റവും അധികം എന്ത് ചെയ്യുന്നത്? ഇഷ്ടപ്പെടുന്നത്. കെയർ ചെയ്യുവാനായിട്ട് കഴിയണം. രണ്ടാമതായി എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്ന കാര്യം തൻ്റെ ഭർത്താവ് തന്നെ മനസ്സിലാക്കണം. ആരെല്ലാം മനസ്സിലാക്കിയില്ലെങ്കിലും ഞങ്ങൾ പാസ്റ്റർ സാഹിബ് ചിലപ്പോഴൊക്കെ ചില കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ട്. ചിലരോട് പറയാറുണ്ട്, പാസ്റ്ററെ കുടുംബജീവിതം ആരംഭിച്ചിട്ട് 25 വർഷമായി, എനിക്ക് എൻ്റെ ഭർത്താവിനെ നല്ലതായിട്ടറിയാം, പക്ഷേ എൻ്റെ ഭർത്താവിന് എൻ്റെ ആത്മാർത്ഥതയൊന്നും ശരിയായിട്ട് എന്ത് ചെയ്യത്തില്ല, തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ മക്കളും കൊച്ചുമക്കളുമായ ഒരു വീട്ടിൽ പ്രശ്നം തീർക്കാൻ ഞാൻ കടന്നു ചെന്നപ്പോൾ ഈ അമ്മാമ്മ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ കുടുംബജീവിതം ആരംഭിച്ചിട്ട് 38 വർഷമായി, ഇന്ന് വരെ ഇദ്ദേഹം എന്നോടുകൂടെ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, അച്ഛനെന്താ മാമ്മയോടൊപ്പം വീട്ടിൽ പോകാതെ? അത് പാസ്റ്ററെ മനപ്പൊരുത്തം ഉണ്ടായിട്ട് വേണ്ട ഒന്നിച്ചൊന്ന് യാത്ര ചെയ്യാൻ. അപ്പം ഞാൻ ചോദിച്ചു, മക്കൾ 2 പേരായല്ലോ, കൊച്ചുമക്കളായല്ലോ. അത് പാസ്റ്ററെ ഒരേ വീട്ടിലാണ് താമസിക്കുന്നെങ്കിൽ ഞങ്ങൾ തമ്മിൽ എന്തില്ല, മനപ്പൊരുത്തമില്ല. മനപ്പൊരുത്തം വേണം, പരസ്പരം മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യണം, തയ്യാറാകണം. മൂന്നാമതായി ഭാര്യയ്ക്ക് ലഭിക്കേണ്ടതായ കാര്യം റെസ്പെക്റ്റാണ്, ആദരവാണ്. എന്ന് പറഞ്ഞാൽ തലയെ കൊണ്ടു നടക്കണമെന്നൊന്നുമല്ല കേട്ടോ. ആദാമിൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത ഹവ്വായെ ദൈവം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ തലയിലും വെച്ചുകൊണ്ട് നടക്കരുത്, പാദത്തിൽ നിന്നുമല്ല എടുത്ത് ചവിട്ടി താക്കാനും പാടില്ല. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഭാര്യ എന്നുള്ള നിലയിൽ വേണ്ട ആദരവും ബഹുമാനവും ഒക്കെ കൊടുക്കാനായിട്ട് ജസ്റ്റിന് എന്ത് ചെയ്യണം, തയ്യാറാകണം. വല്ലവരുമൊക്കെ ഗസ്റ്റ് അതിഥികളായിട്ട് വീട്ടിൽ കടന്നു വരുമ്പോൾ മറ്റുള്ളവർ കേക്കെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന പദങ്ങളൊന്നും എന്ത് ചെയ്യരുത്, പറയുവാനായിട്ട് പാടില്ല. കെസിയ കെ മാത്യു, മിസ്സസ് കെ മാത്യു ഒന്നും ആയിരിക്കണമെന്നില്ല. കാരണം നമ്മുടെ അമ്മമാരൊക്കെ പാചകത്തിൽ വലിയ വിദഗ്ധന്മാരല്ലായിരുന്നു. പിന്നത്തേതിലുള്ള പരിശീലനം കൊണ്ടാണ് നല്ല പാചകമൊക്കെ അവരെന്ത് ചെയ്തത് ഉണ്ടായത്. അപ്പോൾ കെസിയ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അല്പം കൂടിയാലും കുഴപ്പമില്ല, നല്ലതായിരിക്കുമെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാനായിട്ട് കെസിയ അടുക്കളയിലൂടെ ഓടി എന്ത് ചെയ്യും. നേരെ മറിച്ച് കുറ്റം പറഞ്ഞാൽ ഇത് ഞാൻ എന്തോ ഉണ്ടാക്കി കൊടുത്താലും പുള്ളി കുറ്റമേ എന്ത് ചെയ്യത്തുള്ളൂ, പറയുള്ളൂ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പുറകോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരും. ഞാനൊരിക്കൽ ദുബൈയിലൊരു വീട്ടിൽ താമസിച്ചു. അവിടുത്തെ ആൻറ്റി കൂട്ടുകുടുംബമാണ്, നല്ല നിലയിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടുവരും, വെറൈറ്റി ഫുഡ്. ഞാൻ പോകാൻ നേരം ചോദിച്ച് അച്ഛനോട് ചോദിച്ചു, എന്താണ് ഇത്ര നല്ല നിലയിലാണല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്? മറുപടി പറഞ്ഞത് ഈ ഭാര്യ എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോഴാണ് മനസ്സിലായത്, സ്വന്തം അമ്മ ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ ഈ ഭർത്താവ് കുറ്റം പറയും. അപ്പോൾ ഇതിൻ്റെ കൂടെ എങ്ങനെ കഴിയും? അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലായി, കഴിവില്ലാത്ത വ്യക്തിക്ക് കഴിവ് തരുന്നവനാ ദൈവം. നല്ല നിലയിൽ ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവം തരുന്ന കഴിവാണ് നല്ല നിലയിൽ ഫുഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. മോളെ,
ഈ ഭർത്താക്കന്മാരെ കയ്യിലെടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗത്തിൽ ഒന്നാണ് ഞാൻ പറയുന്നത്, നല്ല ഫുഡ്. എന്താണ് ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് മമ്മിയോട് ചോദിച്ചറിഞ്ഞ് നല്ല ഫുഡ് എന്ത് ചെയ്യണം, ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി കുടുംബ പ്രശ്നങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യാണ്, പരിഹരിക്കപ്പെടുകയാണ്. ഇനി ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഭാര്യയിൽ നിന്ന് ഭർത്താവിന് ലഭിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റാണ്, വിശ്വാസം. എന്ന് പറഞ്ഞാൽ ഈ കെസിയ മറ്റാരേക്കാട്ടിലും ജസ്റ്റിനെ ആഴമായിട്ട് എന്ത് ചെയ്യണം, വിശ്വസിക്കണം. യാതൊരു വിധമായ വിശ്വാസ വഞ്ചനകളും ഭർത്താക്കന്മാർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ക്ഷമിക്കത്തില്ല. എൻ്റെ ഭാര്യ എന്നെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നു, എന്നെ മനസ്സിലാക്കുന്നത് ധരിക്കുവാനായിട്ടിടയാകണം. മോള് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം അംഗീകരിക്കുവാനായിട്ട് തയ്യാറാകണം. നിർണായകമായ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുമ്പോൾ രണ്ടുപേരും കൂടി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ മാതാപിതാക്കളോടൊക്കെ സംസാരിക്കണം. എന്നാൽ നിർണായകമായ തീരുമാനങ്ങളിൽ അവസാന വാക്ക് ഭർത്താവിൻ്റെതായിരിക്കണം. അവിടെ അപ്പം പറയുന്നതേ കേൾക്കത്തുള്ളൂ, അമ്മ പറയുന്നതേ കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അംഗീകരിക്കത്തില്ല. രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനിച്ച് ഭർത്താവിനെ ഭർത്താവ് എന്നുള്ള നിലയിൽ അംഗീകരിക്കണം. ഞാൻ ചില കുടുംബങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഭർത്താവിനേക്കാൾ കഴിവും പ്രാപ്തിയും ഒക്കെ ചില ഭാര്യമാർക്കാണ്. പക്ഷെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് അവർ കൊടുക്കുന്ന റെസ്പെക്റ്റ്, മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ത്തിക്കെട്ടുന്ന ഒരു പദം പോലും പറയാതെ ആദരവോടുകൂടെ ഇടപെടുന്ന മഹൽ വ്യക്തികളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. കാരണം ഭർത്താവിൻ്റെ ഉയർച്ചയാണ് മോടെ ഉയർച്ച, ഭർത്താവിൻ്റെ താഴ്ച മോടെ താഴ്ചയാണെന്ന് തിരിച്ചറിയണം. അഭിനന്ദിക്കുവാനായിട്ട് തയ്യാറാകണം. രോഹിത് ശർമ്മ വേൾഡ് കപ്പ് നേടിക്കൊണ്ട് ലോകം മുഴുവൻ ആദരിച്ചാലും വീട്ടിൽ വന്ന് ഭാര്യ അംഗീകരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം നിരാശനാകും. ഈ ജസ്റ്റിന് വ്യത്യസ്തമായ കഴിവുണ്ട്, നന്നായിട്ട് കീബോർഡ് വായിക്കും. അദ്ദേഹത്തെ എൻകറേജ് ചെയ്യണം, അഭിനന്ദിക്കണം. അച്ചാച്ചൻ കീബോർഡ് വായിച്ചിട്ട് നല്ലതാണ് എന്ന് പറയണം, ഡ്രസ്സൊക്കെ ചെയ്താൽ നല്ലതാണെന്ന് പറയണം, എൻകറേജ് ചെയ്യണം. അഭിനന്ദനം ചെറിയ ചെറിയ വാക്കുകളിലൂടെ നൽകുവാനായിട്ട് ഇടയാകണം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, 2 പേഴ്സ് പാടില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ഭൗതിക നന്മകൾ രണ്ടുപേരും അറിഞ്ഞു വേണം ചെലവഴിക്കാനായിട്ട്. 2 പേഴ്സ് പാടില്ല, 2 കിടക്കകൾ പാടില്ല. കാരണം വിവാഹിതരുടെ ശയ്യ നിർമ്മലമാണ് എന്ന് വചനം ഓർപ്പിക്കുന്നുണ്ട്. പരസ്പര സമ്മതമില്ലാതെ നിങ്ങൾ ഒരിക്കലും വേർപെട്ടിരിക്കുവാനായിട്ട് പാടില്ല. വേർപെട്ടിരിക്കുവാനായിട്ട് ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ഞാനും നീയും എന്ന പദം ഒരിക്കലും ഇനിയും തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത്. നിൻ്റെ പപ്പ, നിൻ്റെ മമ്മി, നിങ്ങളുടെ പപ്പ, നിങ്ങളുടെ മമ്മി എന്ന പദം പറയരുത്. ഇന്ന് മുതൽ നിങ്ങൾക്ക് 2 പപ്പാമാരെയാണ് ലഭിക്കുന്നത്, 2 മമ്മിയാണ് ലഭിക്കുന്നത്. വേണേൽ ആനിക്കാട്ടെ പപ്പ എന്ന് പറയാം, അല്ലെങ്കിൽ മുണ്ടിയപ്പള്ളിയിലെ പപ്പ എന്ന് പറയാം. അച്ചാച്ചൻ്റെ പപ്പ വിളിച്ചു, അച്ചാച്ചൻ്റെ മമ്മി വിളിച്ചു, നിങ്ങളുടെ വണ്ടി, എൻ്റെ കാറ്, നീയും ഞാനും എന്ന പദം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്ത് ചെയ്യണം, എടുത്തു കളഞ്ഞിട്ട് നമ്മളെന്ന പദം പറയാനിടയാകണം. ചില ഭാര്യമാരൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞാൽ എൻ്റെ പൈസ, എൻ്റെ അക്കൗണ്ട്, അതൊന്നും പാടില്ല. നിങ്ങൾക്ക് ജോയിൻ്റ് അക്കൗണ്ട് ആയിരിക്കണം. ഈ ധനമൊക്കെ വിനിയോഗിക്കുന്ന കാര്യത്തിൽ പല കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങൾ, താളപ്പിഴകൾ ഉണ്ടാകുകയാണ്. അപ്പം നീയും ഞാനും എന്ന പദം നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ പറയുവാൻ പാടില്ല. സ്വാർത്ഥത നിങ്ങളുടെ ജീവിതത്തിൽ പാടില്ല. നിങ്ങൾ മറക്കരുത്. ഒന്ന്, ദൈവത്തെ എന്ത് ചെയ്യരുത്, മറക്കരുത്. എന്നും വൈകിട്ട് എത്ര തിരക്കാണെങ്കിലും കുടുംബ പ്രാർത്ഥനയിൽ ദൈവത്തെ പാടി ആരാധിക്കണം. ഒരുമിച്ചിരുന്ന് ബൈബിൾ വായിക്കണം. നിനക്ക് നന്മയുണ്ടാകാനും ദീർഘായുസ്സോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും നീ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം. ഈ ജസ്റ്റിൻ ഒറ്റ ദിവസം കൊണ്ട് എൻജിനീയറായിട്ട് ഇവിടെ വന്നതല്ല. ഈ മകൾ ഒറ്റ ദിവസം കൊണ്ട് ടീച്ചറായിട്ട് ഇവിടെ വന്നതല്ല. ഇവിടെ ഇരിക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീരുണ്ട്, പ്രാർത്ഥനയുണ്ട്, ത്യാഗനിർഭരമായ ജീവിതമുണ്ട്. ഒരു മകനായിട്ട് നിൽക്കുമ്പോൾ എത്രയോ രാത്രികളിൽ ഉറക്കളിച്ചിട്ടുണ്ട്, എത്രയോ എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയ മോള് നിമിത്തം ഈ മകൻ അപ്പനോടും അമ്മയോടും അകലാൻ ഒരിക്കലും ഇടയാകരുത്. മകൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മകൻ നിമിത്തം ഈ മകളുടെ പപ്പായെയും അമ്മയെയും വിട്ട് അകലാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇടയാകരുത്. നിങ്ങൾ ജോലി ചെയ്ത് നാട്ടിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് എത്ര നന്മകളുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിൽ ചെന്ന് ലഭിക്കുന്ന ഒരു ഷർട്ടാകട്ടെ സാരിയാകട്ടെ പപ്പ മമ്മി എന്ന് വിളിച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതത്ര അനുഗ്രഹമാണെന്നറിയാമോ? മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അപ്പനെയും അമ്മയും ആര് ബഹുമാനിക്കുന്നുണ്ടോ, ആദരിക്കുന്നുണ്ടോ, ആ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീര് ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നാളുകൾ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം, വിശുദ്ധരായിരിക്കണം. മരണപര്യന്തം ദൈവത്തോടുള്ള ആഴമായ ബന്ധം നിങ്ങൾ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഇടയാകണം. എല്ലാറ്റിനും മീതെ ഞാൻ പറഞ്ഞല്ലോ, ഭാര്യ പ്രതീക്ഷിക്കുന്നത് കെയറിങ്ങാണ്. കെയർ ചെയ്യാൻ കഴിയണമെങ്കിൽ പ്രിയ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ സ്നേഹമുണ്ടായിരിക്കണം. സ്നേഹത്തെ വിശദീകരിക്കുന്ന ഒരു അധ്യായമുണ്ട്. അത് 1 കൊരിന്ത്യർ 13 അധ്യായമാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, അയോഗ്യമായി നടക്കുന്നില്ല. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്വപ്നത്തിൽ കണ്ട ഭാര്യയും ഭർത്താവിനെയും ആർക്കും കിട്ടിയിട്ടില്ല. സ്വപ്നത്തിലുള്ള ഭാര്യയും ഭർത്താവിനെയും മാറ്റി വെച്ചിട്ട് വേണം കുടുംബജീവിതത്തിലേക്ക് എന്ത് ചെയ്യാൻ, പ്രവേശിക്കാൻ. കുടുംബജീവിതം ധന്യമായി തീരുവാനായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മറ്റൊരാൾ അറിയാതെ പറഞ്ഞ് പരിഹരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കണം. എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവനാണ്. ഞങ്ങൾ കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ സുവിശേഷ വേല ചെയ്യുകയാണ്. ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസങ്ങളുണ്ടായാൽ എൻ്റെ അമ്മയോ നിൻ്റെ അമ്മയോ നമ്മുടെ ആരും അറിയാതെ വണ്ണം നമ്മളത് പറഞ്ഞു തീർക്കണം. പിണങ്ങിയിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ വരുന്നെങ്കിൽ ഞാൻ ഷൈനി എന്ന് വിളിക്കും. നീ സന്തോഷത്തോടെ വന്ന് അമ്മ എന്തിനാ വന്ന് വെള്ളം കൊടുക്കണം, പോയി കഴിഞ്ഞ് വേണേൽ 2 മണിക്കൂർ മിണ്ടാതിരുന്നു. പക്ഷേ എൻ്റെ അമ്മ പോലും നമ്മൾ തമ്മിൽ പിണക്കാന്ന് എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ പാടില്ല. കൃപയാൽ കഴിഞ്ഞ 29 വർഷങ്ങൾ സന്തുഷ്ടകരമായ ജീവിതം നയിപ്പാൻ ദൈവം ഇടയാക്കി. നിങ്ങൾ ഒരുമിച്ച് പാർക്കുന്നതായ വേളയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ മുഴങ്കാല് മടക്കുന്നവൻ്റെ കാൽ ലോകത്തിൻ്റെ മുൻപിൽ മടങ്ങാൻ ഒരിക്കലും ദൈവം എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. വൻമഴ ചൊരിയും, വെള്ളം പൊങ്ങും, കാറ്റടിക്കും. കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും മുറുകെ പിടിച്ചാൽ ഏത് പ്രതിസന്ധിയെയും ഓവർകം ചെയ്യാനുള്ള ആത്മശക്തി ദൈവം നമുക്ക് പകരുവാനായിട്ടിടയാകും. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഒരുമിച്ചിരുന്ന് വചനം ധ്യാനിക്കണം, ഒരുമിച്ച് നിങ്ങൾ കൈകൊടുത്ത് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. അന്യോന്യം തുറന്നെന്ത് ചെയ്യണം, സംസാരിക്കണം. പഴയ കാര്യങ്ങളല്ല, ഇന്നു മുതലുള്ള കാര്യങ്ങൾ അന്യോന്യം തുറന്ന് സംസാരിക്കണം. ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ തുറന്ന് നിങ്ങൾ സംസാരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു മണവാളൻ, ഈ മണവാളൻ പൊരുളായി വെളിപ്പെടാൻ പോകുന്ന വലിയൊരു മണവാളന് നിഴലാണ്. ആ മണവാളൻ മറ്റാരുമല്ല, 10,000ങ്ങളിൽ ശ്രേഷ്ഠനായ കർത്താവാണ്. ലോക സംഭവങ്ങൾ യേശുക്രിസ്തു വീണ്ടും മേഘത്തിൽ കടന്നു വരാൻ പോകുന്നു എന്ന് വിളിച്ചറിയിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ഞങ്ങൾ ഇത്രയും പ്രസംഗിക്കുന്നതിൻ്റെ കാരണം ഈ കർമ്മം നടത്താൻ മിനിറ്റുകൾ മതി. അനവധി തകർന്ന കുടുംബങ്ങളെ പലപ്പോഴും കാണാറുണ്ട്. നസയത്തിനെ തച്ചൻ്റെ കരങ്ങളിൽ കൊടുത്താൽ ഏത് കൊള്ളാത്ത വ്യക്തിയെയും കൊള്ളാകുന്നവനാക്കി മാറ്റുന്നത് സർവശക്തനായ ദൈവമാണ്. 2 വന്നതിനെ 1 വിടുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. വിനയത്തോടെ താഴ്മയോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ഫലമേൽപ്പിച്ച് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരായിരിക്കാം. കർത്താവേ, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു ഭർത്താവാകാൻ, എൻ്റെ മക്കൾക്ക് നല്ല ഒരു പിതാവായി മാറാൻ, നല്ലൊരു മാതാവായി മാറുവാൻ
എന്നെ സമർപ്പിക്കുന്നു എന്ന് ഈ ശുശ്രൂഷയിൽ ഒരു വ്യക്തിയെങ്കിലും സമർപ്പിച്ചാൽ ഞങ്ങൾ കൃതാർത്ഥരായി മാറുവാനിടയായി. ഇതുവരെയും യേശുവുമായിട്ട് ആഴമായ ബന്ധമില്ലാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് കടന്നു വന്ന് ഇരുകള്ളന്മാരുടെ നടുവിൽ ഏലിയിലെ മാശവക്താനി എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി യാഗമരണം സ്വീകരിച്ച യേശുവിനായി നിങ്ങളുടെ ഹൃദയത്തെ തുറക്ക്. കൂരിരുട്ടുകളെ മാറ്റി ശുഭത തരുവാൻ ദൈവം മതിയായവനാണ്. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ തലകളെ വണക്കാം. എല്ലാ തലകളും ദൈവത്തിന് വണക്കിയാട്ടെ. ഈ ശുശ്രൂഷയിൽ അളവറ്റ ദൈവകൃപയും അനുഗ്രഹങ്ങളും ദൈവം ചൊരിയേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഗായക സംഘം പ്രത്യാശയോടൊരു ഗാനം പാടുമ്പോൾ സ്തോത്രം ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് കരങ്ങളെ അടിക്കാം. ഇത് സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ്. ദൈവത്തിൽ ആനന്ദിക്കുവാൻ പറ്റുന്ന ദിവസമാണ്. അല്പസമയങ്ങളിൽ എല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ദൈവത്തിൻ്റെ അസാധാരണമായ കൃപയും ആത്മശക്തിയും സകലത്തിൻ്റെ മേലും വാഴുന്ന ദൈവത്തിൻ്റെ പരിപാലനങ്ങളും കൃപകളും ഇവിടെ വെളിപ്പെടേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കടന്നു വരുന്ന ആത്മമണവാളനായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുവാൻ ഇതിലിരിക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം.